नमस्ते। आज की कक्षा में सबको स्वागत। നമ്മളെ ഗ്രാമറിൻ്റെ ശബ്ദരചന കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സംഖ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നൗൺ. അത് സംഖ്യ കിസെ कहते हैं നമ്മൾ പഠിച്ചു. संख्या एक विकारी शब्द है जिससे किसी व्यक्ति, वस्तु, स्थान, भाव या गुण के नाम का बोध होता है. ഇതാണ് സംഖ്യ എന്ന് പറയുന്നത്. സംഖ്യയ്ക്ക് मुख्यतः 3 भेद होते हैं. व्यक्तिवाचक संख्या, जातिवाचक संख्या, भाववाचक संख्या. നമ്മൾ വ്യക്തിവാചകം എന്താണെന്ന് പഠിച്ചു. व्यक्तिवाचक എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ जिस संख्या के द्वारा किसी व्यक्ति, वस्तु अथवा स्थान का बोध होता हो उसे വ്യക്തിവാചക സംഖ്യ कहते हैं. ഇപ്പോൾ വ്യക്തിവാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു, വ്യക്തി, സ്ഥലം, ഏതെങ്കിലും ഒരു വസ്തു, അതായത് ഓരോ ഗ്രൂപ്പായിട്ടല്ല വരുന്നത്, ഇൻഡിവിജ്വലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ വ്യക്തിവാചകം നമ്മൾ പഠിച്ചു. എക്സാമ്പിൾ: ഒരു വ്യക്തിയുടെ പേര്, ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരു നദിയുടെ പേര്, ഒരു പുസ്തകത്തിൻ്റെ പേര്, അതുപോലെ ഒരു പക്ഷിയുടെ പേര്, ഒരു മൃഗത്തിൻ്റെ പേര്, ഇതൊക്കെ നമ്മൾ വ്യക്തിവാചകത്തിലാണ് പെടുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാതിവാചക സംഖ്യ. जातिवाचक संख्या എന്താണെന്ന് നോക്കാം. जो संख्या एक जाति के समस्त प्राणियों अथवा पदार्थों का बोध कराती है उसे जातिवाचक संख्या कहते हैं. ജാതിവാചകം എന്ന് പറഞ്ഞാൽ ഏക ജാതിക്ക് സമസ്ത പ്രാണിയോ, ഒരു ജാതിയിൽപ്പെട്ട എല്ലാ ജീവികളുടെയോ അതല്ലെങ്കിൽ ഒരു ജാതിയിൽപ്പെട്ട എല്ലാ പദാർത്ഥങ്ങളുടെയും ബോധമുണ്ടാക്കുന്നതാണ് ജാതിവാചകം. ജാതിവാചകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജാതി, ഒരു ജാതി, മനുഷ്യജാതി, പക്ഷികൾ, അതുപോലെ മൃഗങ്ങൾ, അതുപോലെ തന്നെ പർവ്വതങ്ങൾ, അങ്ങനെ നമ്മൾ കൂട്ടായിട്ട് വരുന്നത്. അതായത് ഒരു ജാതിയുടെ ഏക ജാതിക്ക് സമസ്ത പ്രാണിയും, ഒരു ജാതിയിൽപ്പെട്ട എല്ലാ ജീവികളുടെയും അതല്ലെങ്കിൽ എല്ലാത്തരം പദാർത്ഥങ്ങളുടെയും ബോധമുണ്ടാക്കുന്നതാണ് ജാതിവാചക സംഖ്യ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ട്: മനുഷ്യ, നദി, പഹാഡ്, പുസ്തക് ആദി. മനുഷ്യ എന്ന് പറയുന്ന ജാതി. അതിൽ വ്യക്തികൾ ഓരോരുത്തർ എടുത്ത് പറയുമ്പോൾ അത് വ്യക്തിയിൽ പെടുന്നു, വ്യക്തിവാചകമായി മാറുന്നു. അതല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ച് പറയുന്നു മനുഷ്യരെന്ന് പറയുന്നു. അതുപോലെ തന്നെ നദി. നദി എന്ന് പറഞ്ഞാൽ നദികൾ, എല്ലാ നദികളും ഒരുമിച്ച് വരുമ്പോൾ അതിനെ നദി എന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ, വ്യക്തിവാചകം എടുക്കുമ്പോൾ നദിയുടെ പേര്, ഒരു നദിയുടെ പേര്, ഇതാണ് വ്യക്തിവാചകം. ജാതിവാചകം ആകുമ്പോൾ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതിവാചകത്തിൽ പെട്ടും. അതുപോലെ പർവ്വതങ്ങൾ, അതും ജാതിവാചകത്തിലാണ്. അത് ഒരു പർവ്വതത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ അത് വ്യക്തിവാചകത്തിൽ പെട്ടു. ഇനി പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ, നമുക്ക് പല പുസ്തകങ്ങളുണ്ട്, ഒരുമിച്ച് നമ്മൾ പറയുന്നു പുസ്തകം, ആ ഒരു ജാതി. അതായത് ഏതെങ്കിലും വസ്തുവിൻ്റെയോ പദാർത്ഥങ്ങളുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജീവനുള്ള വസ്തുക്കൾ, ജീവനുള്ള മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും ആ ജാതിയുടെ ബോധത്തെ, അതായത് ജാതി എന്ന് കാണിക്കുന്നതിനെയാണ് നമ്മൾ ജാതിവാചക സംഖ്യ എന്ന് പറയുന്നത്. जैसे एग्जाम्पल പറഞ്ഞാൽ मनुष्य, नदी, पहाड़, पुस्तक आदि. उपयुक्त शब्दों से किसी विशेष व्यक्ति अथवा वस्तु का बोध नहीं होता, बल्कि वे अपनी जाति के हर एक व्यक्ति अथवा वस्तु के लिए प्रयुक्त होते हैं. ഇപ്പം മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഏതെങ്കിലും പ്രത്യേക വ്യക്തിയെക്കുറിച്ചോ ഏതെങ്കിലും പ്രത്യേക വസ്തുവിനെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നില്ല. മനുഷ്യ, നദി, പഹാഡ്, പുസ്തകം തുടങ്ങി നമ്മൾ പറഞ്ഞു, പശു, ചിടിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ പ്രത്യേക ഒരു വ്യക്തിയെ എടുത്ത് പറയുന്നില്ല, പ്രത്യേക ഒരു വസ്തുവിനെ എടുത്ത് പറയുന്നില്ല. ബൽക്കി വേ അപ്പനെ ജാതിക്ക് ഹറേക്ക് വ്യക്തി, നേരെ മറിച്ച് അത് ആ ജാതിയിൽപ്പെട്ട എല്ലാ വ്യക്തികളെയും അതുപോലെ എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്.
मनुष्य संख्या से केवल एक ही मनुष्य का बोध नहीं होता, बल्कि मनुष्य जाति के हर मनुष्य का बोध होता है. മനുഷ്യൻ എന്ന് പറയുന്ന ആ നാമം, ആ നൗണിൽ നിന്ന് ഇവിടെ കേവലം ഒരൊറ്റ മനുഷ്യനെന്നുള്ള ബോധമല്ല അവിടെ ഉണ്ടാക്കുന്നത്. മനുഷ്യജാതി, ഒരുപാട് ആളുകൾ. ബൽക്കി ജാതിക്ക് ഹർ മനുഷ്യക്ക് ബോധ ഹോത്താ ഹേ. ആ ജാതി എന്ന് പറയുമ്പോൾ, മനുഷ്യജാതി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ മനുഷ്യരെയും അതിലെടുത്ത് പറയുന്നുണ്ട്. ഒരാളെ തന്നെയല്ല പറയുന്നത്. ആ മനുഷ്യ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും അതിൽ പെടുന്നുണ്ട്. അതുപോലെ തന്നെ इसी प्रकार नदी संख्या किसी विशेष नदी का परिचय न देकर दुनिया की हर नदी की और संकेत करती है. ഇവിടെ നദി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ജാതിവാചകങ്ങളാണ് വരുന്നത്. ആ നദി എന്ന് പറയുമ്പോൾ ആ നൗണ് പ്രത്യേകിച്ചൊരു നദിയെ പരിചയപ്പെടുത്തുന്നില്ല. അത് എടുത്തു പറയുന്ന കാര്യം ഇതാണ്, ആ ലോകത്തെ എല്ലാ നദികളെയും, ഓരോ നദികളിലെയും നേരെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന നദി എന്നല്ല പറയുന്നത്. നദികൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ നദികളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതഹ യേ സംഖ്യായേം ജാതിവാച സംഖ്യായേം ഹേ. അതുകൊണ്ട് ഈ നാമങ്ങൾ, ഈ നൗണുകൾ ജാതിവാചകളാണ് പെടുന്നത്. അതുപോലെ തന്നെ പഹാഡ് പറയുകയാണെങ്കിലും, പഹാഡ് എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതത്തിനെ മാത്രമല്ല പറയുന്നത്. ഒരു പർവ്വതത്തിനെ പറയുകയാണെങ്കിൽ ആ പർവ്വതത്തിൻ്റെ പേര് പറയാം, ഹിമാലയ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു പർവ്വതമായിട്ട് മാറുന്നു. പക്ഷേ ഇവിടെ പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെടും. ഈ ലോകത്തിലുള്ള എല്ലാ പർവ്വതങ്ങളിലും പെടും. അതുപോലെ പുസ്തകം എന്ന് പറയുമ്പോൾ പുസ്തകങ്ങൾ ഏത് ഭാഷയിലുള്ളത് വേണമെങ്കിൽ ആവാം, ഏത് തരത്തിലുള്ളത് വേണമെങ്കിൽ പുസ്തകങ്ങളാവാം. അപ്പോൾ അത് ജാതിനെയാണ് കാണിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ജാതിവാചക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ एक जाति के समस्त प्राणियों अथवा पदार्थों का बोध कराती है, उसे ജാതിവാചക സംഖ്യ कहते हैं. അതിനെയാണ് ജാതിവാചക സംഖ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഭാവവാചക സംഖ്യ. जो संख्या किसी पदार्थ के गुण, अवस्था अथवा व्यापार का बोध कराती हो, वह भाववाचक संख्या कहलाती है. ഭാവവാചകം എന്ന് പറഞ്ഞാൽ ഭാവത്തെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഗുണത്തെ കാണിക്കുന്നത്. നമ്മൾ സംഖ്യ എന്ന് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു വ്യക്തി, വസ്തു, സ്ഥാൻ, ഭാവ് യാ ഗുൺ. അപ്പോൾ ഇതിൽ പറയുന്നത് ഭാവവാചക സംഖ്യ എന്ന് പറഞ്ഞാൽ കിസി പദാർത്ഥಕ್ಕೆ ഗുൺ, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഗുണം, അതിൻ്റെ അവസ്ഥ, ആയിരിക്കുന്ന അവസ്ഥ, അതിൻ്റെ പ്രവർത്തനം, വ്യാപാർക്ക ബോധ കരാത്തി ഹോ, അതിനെയാണ് ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹസി, ഖുഷി, ലഡായി, സൗന്ദര്യ, പ്യാർ, മനുഷ്യത, സച്ചായി, ബുഡാപ്പ ആദി. ഇതൊക്കെ ഓരോ ഭാവങ്ങളാണ്. ഹസി, ഖുഷി. ഹസി എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷം വരുന്നത്, ചിരി അല്ലേ. അതുപോലെ തന്നെ ഖുഷി സന്തോഷം, ലഡായി സൗന്ദര്യ, പ്യാർ മനുഷ്യത, സച്ചായി, ബുഡാപ്പ തുടങ്ങിയൊക്കെ നമ്മുടെ ഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകളാണ്, അതല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളാണ്. ലഡായി എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുക, യുദ്ധം ചെയ്യുക. സൗന്ദര്യം, അതുപോലെ പ്യാർ സ്നേഹം, മനുഷ്യത മനുഷ്യത്വം, സച്ചായി സത്യസന്ധത, ബുഡാപ്പ വാർദ്ധക്യം. ഇതെല്ലാം ഭാവവാചക സംഖ്യയുടെ ഉള്ളിൽ പെടുന്നതാണ്. അപ്പോൾ ഭാവവാചക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? किसी पदार्थ के गुण, अवस्था अथवा व्यापार का बोध कराते हैं, उसे भाववाचक संख्യ कहते हैं. നെക്സ്റ്റ് നമുക്ക് ഭാവവാചക സംഖ്യയിൽ കുറച്ച് കാര്യങ്ങളൊന്നും പഠിക്കേണ്ടത്. എങ്ങനെയെല്ലാമാണ് നമ്മൾ ഭാവവാചക സംഖ്യ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. भाववाचक संख्याएँ मुख्यतः 3 प्रकार के शब्दों से बनती है. 3 തരത്തിലുള്ള വേർഡ്സുകളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് നമുക്ക് ഭാവവാചക സംഖ്യയെ, ഭാവവാചക നാമങ്ങൾ നമുക്കുണ്ടാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ പോയിൻ്റ് ജാതിവാചക സംഖ്യാസെ. അപ്പോൾ ജാതിവാചക സംഖ്യാസെ ഭാവവാചക സംഖ്യ ബൻതി ഹേ. ജാതിവാചക സംഖ്യയിൽ നിന്ന് നമുക്ക് ഭാവവാചക സംഖ്യ ഉണ്ടാക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് മനുഷ്യ നമ്മൾ പറഞ്ഞൊരു ജാതിയാണ്. ജാതിവാചകൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ആ മനുഷ്യ എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനുഷ്യത എന്നുള്ളത് ഉണ്ടാക്കാൻ പറ്റും. അതൊരു ഭാവമാണ് മനുഷ്യത, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗുണമാണ്, ഭാവവാചകമായി മാറും. അപ്പം മനുഷ്യ എന്നുള്ള ജാതിയിൽ നിന്ന്, ജാതിവാചക സംഖ്യയിൽ നിന്ന് നമുക്ക് മനുഷ്യത എന്ന് പറയുന്ന ഭാവവാചക സംഖ്യ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ലഡുക്ക. ലഡുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയാണ്, അതൊരു ജാതിയിൽ പെടുന്നു. ലഡ്കാസെ ലഡക്പൻ, ആൺകുട്ടികൾ. ലഡുക്ക എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ലടുക്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. ഇപ്പോൾ ലഡുക്കാസെ ലഡുക്പൻ, ആൺകുട്ടികളിൽ നിന്ന്, അതായത് ലഡുക്ക എന്നുള്ളതിൽ നമുക്ക് ലഡുക്പൻ എന്നുണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബച്ച എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികൾ, ബച്പൻ, കുട്ടിക്കാലം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബച്ച ബച്പൻ. അതുപോലെ ശിശുസെ, ശിശു ചെറിയ കുട്ടികൾ നമ്മൾ ശിശുക്കൾ എന്ന് പറയുന്നു അല്ലേ. ശിശുസെ ശൈശവ്, ശൈശവകാലം. ലഡ്കാസെ ലഡുക്പൻ, ബച്ചാസെ ബച്പൻ, ശിശുസെ ശൈശവ്. ചോർ സെ ചോരി, ചോർ കള്ളൻ അല്ലേ. കള്ളൻ നമുക്ക് ചോരി, കളവ് എന്നുള്ള വീട് ഉണ്ടാക്കാൻ പറ്റും, ഭാവവാചക സംഖ്യ ഉണ്ടാക്കാൻ പറ്റും. ചോർ എന്ന് പറയുന്നത് ജാതിവാചക സംഖ്യയാണ്. അതിൽ നിന്ന് നമുക്ക് ചോരി എന്നുള്ള ഭാവവാചക സംഖ്യ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഗവാഹ്. ഗവാഹ് എന്ന് പറഞ്ഞാൽ സാക്ഷി പറയുന്നതിനാണ് നമ്മൾ ഗവാഹ് എന്ന് പറയുന്നത്. ഗവാഹ് സെ ഗവാഹി, സാക്ഷി എന്നുള്ളത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജാതിവാചക സംഖ്യയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ സാധിക്കും? ഭാവവാചക സംഖ്യ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഭാവവാചക സംഖ്യ ഉണ്ടാക്കുന്നത് ക്രിയയിൽ നിന്നാണ്. ക്രിയാസേ ബൻതി ഹെ, ക്രിയയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നു. അതായത് ഖേൽന എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് ഖേൽ, ഖേൽന ഖേൽ, ദൗഡ്ന ദൗഡ്. അപ്പോൾ കളിക്കുക എന്നുള്ളതിൽ നിന്ന് കളി എന്നുണ്ടാക്കാൻ പറ്റുന്നു. അതുപോലെ ദൗഡ്ന, ഓടുക എന്നാണെങ്കിൽ നമുക്ക് ഓട്ടം എന്നാക്കാൻ പറ്റും, ദൗഡ്. അതുപോലെ തന്നെ ലഡ്ന, ലഡ്ന യുദ്ധം ചെയ്യുക എന്നുള്ളതിന് ലഡായി, യുദ്ധം എന്നാക്കാൻ പറ്റും. അതുപോലെ ഗബ്രാന, പരിഭ്രമിക്കുക, ഭയപ്പെടുക, അത് നമുക്ക് ഗബ്രാഹട്ട് എന്നുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ക്രിയയിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഭാവവാചക സംഖ്യ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വിശേഷണമാണ്. വിശേഷൺ സേ ഭാവവാചക സംഖ്യായം ബൻതി ഹെ, വിശേഷണത്തിൽ നിന്ന് നമുക്ക് ഭാവവാചക നാമങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, നൗണുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സുന്ദർ ഗർ പറയാം, അച്ഛ, അച്ഛ സ്കൂൾ, സുന്ദർ ഫൂൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പൂക്കളേനെയും വീടിനെ ആയാലും അല്ലെങ്കിൽ സുന്ദർ ലടുക്കി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിശേഷണങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിശേഷണത്തിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഭാവവാചക സംഖ്യ ഉണ്ടാക്കാൻ പറ്റും. എക്സാമ്പിൾ നോക്കാം. കാലാസേ കാലേപ്പൻ, കാലാസേ കാലാപ്പൻ. കറുപ്പ് നിറത്തിൽ നിന്ന് നമുക്ക് കാളിമ അല്ലെങ്കിൽ കറുപ്പ് എന്നുള്ള അതുണ്ടാക്കാൻ പറ്റും. ടണ്ടാസേ ടണ്ട്, ടണ്ട, തണുത്ത എന്നുള്ളതിൽ നിന്ന് നമുക്ക് തണുപ്പുണ്ടാക്കാൻ പറ്റും. ഗരം സേ ഗർമി, ചൂടുള്ളതിൽ നമുക്ക് ചൂടുണ്ടാക്കാൻ പറ്റും. സുന്ദർ സേ സുന്ദരത, സുന്ദരമായത്, സുന്ദർ എന്നുള്ളതിൽ നമുക്ക് സുന്ദരത എന്നുണ്ടാക്കാൻ പറ്റും, സൗന്ദര്യത്തിനുണ്ടാക്കാൻ പറ്റും. ലാൽ സേ ലാലി, ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമാണ്. അപ്പോൾ ലാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുവപ്പ് നിറത്തിന് സംബോധന ചെയ്താൽ വിശേഷണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാലി എന്നുണ്ടാക്കാൻ പറ്റും. അതും ഭാവവാചക സംഖ്യയായിട്ട് മാറുന്നു. ചുവപ്പ് നിറമാവുക എന്ന് പറയില്ലേ, ലാലി. അപ്പോൾ ഭാവവാചക സംഖ്യ 3 കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ പോയിൻ്റ് ജാതിവാചക സംഖ്യയിൽ നിന്നുണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തത് ക്രിയയിൽ നിന്നുണ്ടാക്കാൻ പറ്റും. മൂന്നാമത്തത് വിശേഷണത്തിൽ നിന്നുണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ മെയിനായിട്ട് നമ്മൾ 3 നൗണുകളാണ് പഠിച്ചത്. ആദ്യത്തെ വ്യക്തിവാചക സംഖ്യ, രണ്ടാമത്തെ വ്യക്തിവാചകം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം, കിസി വ്യക്തി, വസ്തു, സ്ഥാൻ
आदि का बोध होता है. നെക്സ്റ്റ് ജാതിവാചക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ एक जाति के समस्त प्राणियों अथवा पदार्थों का बोध होता है. ഒരു ജാതിയെ കാണിക്കുന്നു. മനുഷ്യ അല്ലെങ്കിൽ പശു, മൃഗങ്ങൾ, പക്ഷി, ഇതൊക്കെ നമ്മളതിൽ പെടുന്നതാണ്. മൂന്നാമത്തെ പോയിൻ്റ് ഭാവവാചക സംഖ്യയാണ്. किसी पदार्थ के गुण, अवस्था अथवा व्यापार का बोध कराती है. ഒരു പദാർത്ഥത്തിൻ്റെ ഗുണം, അവസ്ഥ, അതിൻ്റെ പ്രവർത്തനം, ആ ഒരു ബോധത്തെ ഉണ്ടാക്കുന്നതാണ് ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത്. അതിൽ ഭാവവാചക സംഖ്യ 3 കാര്യത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 1 ജാതിവാചകമാണ്, 2 ക്രിയയിൽ നിന്നാണ്, 3 വിശേഷണത്തിൽ നിന്ന്. നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാം. उपयुक्त संख्याओं के अतिरिक्त अंग्रेजी व्याकरण के आधार पर 2 अन्य प्रकार की संख्याएं भी मानी जाती है. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മുകളിൽ പറഞ്ഞ ഈ നൗണുകൾക്ക് പുറമേ ഇംഗ്ലീഷ് വ്യാകരണത്തിൻ്റെ ഗ്രാമറിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ 2 തരത്തിലുള്ള നൗണുകളും ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് സമുദായവാചക സംഖ്യ. जो संख्या प्राणियों अथवा पदार्थों के समुदाय या समूह का बोध कराती है उसे समुदायवाचक संख्या कहते हैं. ഏത് നൗണാണോ ജീവികളുടെ അഥവാ പദാർത്ഥങ്ങളുടെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ബോധമുണ്ടാക്കുന്നത് അതിനെ നമ്മൾ സമുദായവാചക സംഖ്യ എന്ന് പറയുന്നു. ഏത് നൗണാണോ പ്രാണികളുടെ, ജീവികളുടെ, അത് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ ആ ഗ്രൂപ്പ്, ആ സമുദായം അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ബോധമുണ്ടാക്കുന്നത് അതിനെ നമ്മൾ സമുദായവാചകം എന്ന് പറയുന്നു. എക്സാമ്പിൾ സഭ, ഭീഡ്, സേന, സംഘ് ആദി. സഭ മീറ്റിങ്ങുകൾ, ഭീഡ് ക്രൗഡ്, സേന സൈന്യം, സംഘം എന്ന് പറഞ്ഞാൽ സംഘടന, ഇതെല്ലാം സമുദായവാചകിൽ വരുന്നു. ഗ്രൂപ്പായിട്ട് സമൂഹമായിട്ട് വരുന്നതാണ് അതെല്ലാം. ക്രൗഡ്, മീറ്റിംഗ്, സൈന്യം, അതുപോലെ തന്നെ സംഘടന, ഇതെല്ലാം സമുദായവാചകിൽ പെടുന്നു. നെക്സ്റ്റ് ദ്രവ്യവാചക സംഖ്യയാണ്. ആദ്യത്തെ 3 കൂടാതെ 2 വരുന്നതാണ്. അത് രണ്ടാമത്തെ ദ്രവ്യവാചക സംഖ്യയാണ്. जिस संख्या के द्वारा किसी द्रव्य या पदार्थ का बोध होता है उसे द्रव्यवाचक संख्या कहते हैं. ഏത് നൗൺ മുഖേനയാണ് ഏതെങ്കിലും ഒരു ദ്രവ്യത്തിൻ്റെ അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ ബോധമുണ്ടാക്കുന്നത് അതിനെ ദ്രവ്യവാചക സംഖ്യ എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു ദ്രവ്യത്തിൻ്റെ, ദ്രാവകം, ദ്രവ്യം, അതല്ലെങ്കിൽ ഏതെങ്കിലും പദാർത്ഥത്തിൻ്റെ ബോധമുണ്ടാക്കുന്നത് അതാണ് ദ്രവ്യവാചക സംഖ്യ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സോന, ചാന്തി, ഹവ, തേൽ, ഷഹദ് ആദി. സോന എന്ന് പറഞ്ഞാൽ സ്വർണം, അതൊരു പദാർത്ഥമാണ്. അതുപോലെ തന്നെ ചാന്തി വെള്ളി, ഹവ വായു, തേൽ എണ്ണ, ഷഹദ് തേൻ. അപ്പോൾ ഒരു ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ ബോധമുണ്ടാക്കുന്നത് അതാണ് ദ്രവ്യവാചക സംഖ്യ എന്ന് പറയുന്നത്. हिंदी में समुदायवाचक और द्रव्यवाचक संख्याएँ जातिवाचक के अंतर्गत आती है. ഇപ്പോൾ ഹിന്ദിയിൽ സമുദായവാചകം എന്ന് പറയുന്നതും ദ്രവ്യവാചക സംഖ്യ ഇത് രണ്ടും വരുന്നത് ജാതിവാചക സംഖ്യയുടെ ഉള്ളിലാണിത് പെടുന്നത്. ഹിന്ദിയിൽ സമുദായവാചകം അതുപോലെ തന്നെ ദ്രവ്യവാചക നൗണുകൾ ജാതിവാചക സംഖ്യയുടെ ഉള്ളിലാണ് വരുന്നത്. अतः अधिकांश विद्वान उपयुक्त दोनों भेदों को स्वतंत्र रूप से नहीं मानते हैं. അതുകൊണ്ട് കൂടുതലും വിദ്വാൻമാർ മുകളിൽ പറഞ്ഞ ഈ 2 സമുദായവാചകം അതുപോലെ തന്നെ നമ്മുടെ ദ്രവ്യവാചക സംഖ്യ അത് സ്വതന്ത്ര രൂപസേ നഹി മാനത്തെ ഹെ, സ്വതന്ത്രമായിട്ടത് നിൽക്കുന്നില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല, ജാതിവാചകൻ്റെ ഉള്ളിലാണ് ഇത് രണ്ടും വരുന്നത് എന്നാണ് പണ്ഡിതന്മാരെ പറയുന്നത്. നെക്സ്റ്റ് സംഖ്യാओं के രൂപാന്തർ. നമ്മുടെ നൗണുകൾ
ഏതെല്ലാം തരത്തിലാണ് അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത്. संख्याओं में लिंग वजन और कार्य के कारण जो विकार होते हैं उन्हें संख्याओं के रूपांतर कहते हैं. നമ്മൾ സംഖ്യ എന്ന് ചോദിച്ചാൽ വികാരി ശബ്ദം നമ്മൾ ആദ്യം പഠിച്ചു. വികാരി ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരിവർത്തന ആത്താഹി എന്ന് പറയുന്നത്. വികാർ യാ പരിവർത്തൻ, ചേഞ്ച് വരുന്നതാണ്. ഈ ചേഞ്ച് വരുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അതായത് ലിംഗ് വചന और कार्य के अनुसार, ലിംഗത്തിന് വചനത്തിന് കാരകനനുസരിച്ച് വാക്കുകളിലെ മാറ്റങ്ങൾ വരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ സംഖ്യാവോ മേ ലിംഗ് വചന और कार्य के कारण जो विकार होते हैं, നൗണുകളിൽ ലിംഗം നോക്കുക, പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ നോക്കുക, വചനം നോക്കുക, ഏകവചനാണോ ബഹുവചനാണോ നോക്കുക, കാരക് 8 കാരക് വരുന്നുണ്ട്. ഈ കാരകം വയ്ക്കുമ്പോൾ ജോ വികാർ ഹോത്തെ ഹേ, എന്ത് മാറ്റാണോ വരുന്നത് അതിനെയാണ് നമ്മൾ സംഖ്യാവോം കെ രൂപാന്തരം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ട്. ഉദാഹरण के लिए लड़का खेलता है एक मूल वाक्य है जो लिंग के अनुसार लड़की खेलती है, वजन के अनुसार लड़के खेलते हैं और कार्य के अनुसार लड़के को खेलने दो में बदल जाता है. ഉദാഹരണത്തിന് നമ്മൾ ഒരു സെൻറ്റൻസ് പറയണം. ലഡ്ക ഖേൽത്താ ഹെ, ആൺകുട്ടി കളിക്കുന്നു. ഇതാണ് നമ്മുടെ അടിസ്ഥാന വാക്യം എന്ന് പറയുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നമ്മൾ ലിംഗത്തിനനുസരിച്ച് മാറ്റം വരികയാണ്. ഇപ്പോൾ ലഡ്ക എന്നുള്ളത് പുല്ലിംഗമാണ്, അത് സ്ത്രീലിംഗം ആകുമ്പോൾ എന്തായി മാറി? ലടുക്കി എന്നാണ്. ആ ലടുക്കി ആകുമ്പോൾ അത് ക്രിയയിലും മാറ്റം വന്നു. പെൺകുട്ടിയാണ്, അതുകൊണ്ട് ക്രിയയിലും മാറ്റം വന്നു, ഖേൽത്തി എന്നായിട്ട് മാറുന്നു. അപ്പോൾ ആ സെൻറ്റൻസിൽ മാറ്റം വന്നു. ലഡ്ക എന്നുള്ള നൗണ് ലിംഗം മാറ്റുമ്പോൾ, പുല്ലിംഗത്തിൽ നിന്ന് സ്ത്രീലിംഗാക്കുമ്പോൾ ലടുക്കി എന്നാവുന്നു, അത് ലടുക്കി ഖേൽത്തി എന്നായിട്ട് മാറുന്നു. ഇനി നമ്മൾ വചനം നോക്കുകയാണ്. ഏകവചനം ബഹുവചനം. ഇപ്പോൾ ലഡ്ക എന്നുള്ളത് ഏകവചനമാണ്, അത് ബഹുവചനമായിട്ട് മാറുമ്പോൾ എന്തായി മാറി? ലഡ്കെ ഖേൽത്തേ എന്നായിട്ട് മാറുന്നു. അപ്പോൾ ലിംഗത്തിൻ്റെ പറഞ്ഞ് നമ്മൾ ലഡ്ക എന്നുള്ളത് ലഡ്ക്കി ഖേൽത്തി എന്നായി മാറുന്നു. ബഹുവചനം പറയുമ്പോൾ ബഹുവചനം ആകുമ്പോൾ ലഡ്ക്കെ ഖേൽത്തേ എന്നായിട്ട് മാറുന്നു. ഇനി കാരക് അനുസാർ, ഇനി കാരക വെക്കുകയാണെങ്കിൽ നേ കോ സേ കാ കേ കി മേപ്ര തുടങ്ങിയ കാരകമുണ്ട്. അത് വെക്കുകയാണെങ്കിൽ ലഡ്ക്കേക്കോ ഖേൽനെ ദോ, ആൺകുട്ടികളെ കളിക്കാൻ അനുവദിക്കുക എന്നായിട്ട് മാറി. ആ കോ അവിടെ വെച്ചു. കോ വയ്ക്കുമ്പോഴും എന്തായി മാറുന്നു? നമ്മുടെ നൗണിലെ മാറ്റം വരുന്നു. ലഡ്ക എന്നുള്ളത് ലഡ്ക്കേക്കോ എന്നായിട്ട് മാറുന്നു. ലഡ്ക എന്നുള്ളത് ലഡ്ക ഖേൽത്താ ഹെ എന്നുള്ളത് ലഡ്ക്കേക്കോ ഖേൽനെ ദോ എന്നായിട്ട് മാറുന്നു. നെക്സ്റ്റ് യഹാം പർ മൂല ശബ്ദ ലഡ്ക ഹെ. അപ്പോൾ ഇതിൽ അടിസ്ഥാന വേഡ് എന്ന് പറയുന്നത്, ബേസിക്കായിട്ടുള്ള വേഡ് എന്ന് പറയുന്നത് ലഡ്ക എന്നുള്ളതാണ്. ആ ലഡ്ക്കയാണ് ലിംഗത്തിനും വചനത്തിനും കാരകനനുസരിച്ച് മാറ്റം വന്നു എന്ന് പറയുന്നത്. ഇസ്കാ രൂപാന്തർ ലഡ്ക്കി ബന. ഇപ്പോൾ ലിംഗം മാറുമ്പോൾ, അത് പുല്ലിംഗത്തും സ്ത്രീലിംഗാക്കുമ്പോൾ അത് ലഡ്ക്കി എന്നായിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് ലഡ്ക ശബ്ദ പുരുഷവാചക അഥവാ പുല്ലിംഗ് ത. ലഡ്ക എന്നുള്ളത് പുരുഷവാചകമാണ്, പുല്ലിംഗാണ്. ഉസേ സ്ത്രീവാചക ബനാനെ കെ ലിയെ ലഡ്ക്കി മേ ബദൽന പെടാ. അത് സ്ത്രീവാചകമാക്കാൻ ലഡ്ക എന്നുള്ളത് ലഡ്ക്കി എന്നായിട്ട് മാറി. ജോ ലിംഗ് കെ ആധാർ പർ സംഖ്യ കെ രൂപാന്തര കാ ഉദാഹരണം ഹെ. അപ്പോൾ ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ലഡ്ക എന്നുള്ളത് ലഡ്ക്കി എന്നായിട്ട് മാറുന്നു. നെക്സ്റ്റ് വചനമാണ് നമ്മൾ പറയുന്നത്. ഇസി പ്രകാർ ദൂസരെ വാക്യ മേ ലഡ്ക ശബ്ദ ലഡ്ക്കെ മേ പരിവർത്തിത് ഹുവ. അതുപോലെ തന്നെ അടുത്ത സെൻറ്റൻസിൽ നമ്മൾ പറയുന്നു ലഡ്ക്കി ഖേൽത്തി ഹെ മാറി ലഡ്ക്കി ഖേൽത്തേ ഹെ എന്നായിട്ട് മാറുന്നു. അതവിടെ വചനം മാറുന്നു. ലഡ്ക എന്നുള്ളത് ഏകവചനമായിരുന്നു, അത് ബഹുവചനമാകുമ്പോൾ ലഡ്ക്കി എന്നായിട്ട് മാറുന്നു. ലഡ്ക ശബ്ദ സേക്ക് ലഡ്ക്കേക്ക ബോധ ഹോത്താ ഹെ. ലഡ്ക എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി മാത്രമുള്ള ഏകവചനമാണ്. അവർ ലഡ്ക്കെ ശബ്ദ സേക്ക് സേ അധികം ലഡ്ക്കേക്കോ ലഡ്ക്കോം കാ. ഈ ലഡ്ക്ക എന്ന് പറയുമ്പോൾ ഒന്നിലധികം കുട്ടികളുടെ, ആൺകുട്ടികൾ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. എക്സെ അധിക ലഡ്ക്കോം കാ, ഒന്നിലധികം കുട്ടികളായി മാറി. അപ്പോൾ അവിടെ വചനം മാറി, ഏകോചനം മാറിയിട്ട് ബഹുവചനമായിട്ടത് മാറി. അപ്പോൾ വചൻ കെ ആധാർ പർ സംഖ്യ കെ രൂപാന്തര കാ യഹ് ഉദാഹരണം ഹേ. അപ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലെ നൗണിൻ്റെ മാറ്റം എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ലഡ്ക എന്നുള്ളത് ലഡ്ക്കി എന്നായിട്ട് മാറിയത്.
ഈ तीसरे वाक्य में लड़के को खेलने दो कारक വെച്ചു को വെച്ചു तीसरे वाक्य में लड़के को शब्द लड़का शब्द का रूपांतर है മൂന്നാമത്തെ സെൻറ്റൻസിലെ ലഡ്ക്കേക്കോ ഖേൽനെ ദോ എന്ന് പറയുന്ന സെൻറ്റൻസിലെ ആ ലഡ്ക്കേക്കോ എന്നുള്ളത് ലഡ്ക്ക എന്ന് പറയുന്ന വേർഡ് മാറി വന്നിട്ടുള്ളതാണ്. അവിടെ കാരക നമ്മൾ വെച്ചു, കോ എന്നുള്ള കാരക വെച്ചു. അപ്പോൾ ലഡ്ക്കാക്കോ എന്നല്ല വരുന്നത്, ലഡ്ക്കേക്കോ എന്നായിട്ട് മാറുന്നു. ജോ കാരക അനുസാർ സംഖ്യാക്ക് രൂപാന്തർക്ക ഉദാഹരണം ഹേ. ഇത് നമ്മുടെ കാരകനനുസരിച്ച് നൗണിൽ വരുന്ന മാറ്റമാണിത്. അപ്പോൾ സംഖ്യാओं के रूपांतरिൽ 3 തരത്തിൽ പറഞ്ഞു. ലിംഗ്, വചൻ और कार्य के अनुसार जो विकार होते हैं उन्हें സംഖ്യാओं का रूपांतर कहते हैं. അതിനാണ് നമ്മൾ നൗണുകളിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് അഭ്യാസമുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സംഖ്യ की परिभाषा देते हुए उसके भेदों पर प्रकाश डालिए. 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. അത് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എത്ര തരമായിട്ട് തിരിച്ചിട്ടുണ്ട്, ഓരോന്നും ഉദാഹരണ സഹിതം എഴുതുക. നെക്സ്റ്റ് ഭാവവാചക സംഖ്യയെ കിസ് പ്രകാർ ബനത്തി ഹെ. 2 മാർക്കായിട്ട് ചോദിക്കാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഭാവവാചക സംഖ്യ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക? നമ്മൾ 3 കാര്യം പറഞ്ഞു. ജാതിവാചക സംഖ്യയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ പറഞ്ഞു ക്രിയയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിശേഷണത്തിൽ നിന്നും ഭാവവാചക സംഖ്യകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിമ്നലിഖിത സംഖ്യ ശബ്ദം കെ ഭേദ് ബതായിയെ. താഴെ പറയുന്ന നൗണുകൾ അത് ഏതിലാണ് പെടുന്നത് എന്ന് പറയാം. തന്നിട്ടുള്ളത് ഏതിലാണ് വരിക? രാം, ഗോപാൽ, അരവിന്ദ്. രാം, ഗോപാൽ, അരവിന്ദ് അത് ഒരു വ്യക്തിയുടെ പേരാണ്. അപ്പോൾ രാം എന്ന് പറഞ്ഞാൽ അത് വ്യക്തിവാചകമാണ്. അരവിന്ദ് എന്ന് പറഞ്ഞാലും ഗോപാൽ എന്ന് പറഞ്ഞാലും വ്യക്തിവാചക സംഖ്യയിലാണ് വരുന്നത്. നെക്സ്റ്റ് മനുഷ്യ, ലഡ്ക്ക, പർവ്വത്. മനുഷ്യ ജാതിവാചകയിലാണ് വരുന്നത്. നമ്മൾ പഠിച്ചത് ലഡ്ക്ക ജാതിവാചകയിലാണ് വരുന്നത്. അതുപോലെ പർവ്വത്, പഹാഡ് ഇതെല്ലാം ജാതിവാചകയിലാണ് വരുന്നത്. ഹസി, ഖുഷി, അന്തേര, ഉജാല അത് നമ്മൾ ഭാവവാചകയിലാണ് നമ്മളിപ്പോൾ പഠിച്ചതാണ്. ഹസി, ഖുഷി ഭാവവാചകയിലാണ് വരുന്നത്. അന്തേര, ഉജാല. അന്തേര എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഉജാല എന്ന് പറഞ്ഞാൽ പ്രകാശം. ഇതെല്ലാം വരുന്നത് ഭാവവാചക സംഖ്യയിലാണ്. നെക്സ്റ്റ് ഹവ, പാനി, സോന, ചാന്തി ഇതെല്ലാം വരുന്നത് ദ്രവ്യവാചക സംഖ്യയിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ദ്രവ്യവാചകയിലാണത് പെടുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സംഖ്യാओं के रूपांतर से क्या तात्पर्य है? ഉദാഹരണം देकर समझाइए. നമ്മളിപ്പോൾ പഠിച്ച ഭാഗമാണ്. സംഖ്യായെ കെ രൂപാന്തർ സെ ക്യാ, എന്താണ് സംഖ്യാओं के रूपांतर എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. ലിംഗ്, വചൻ और कार्य के अनुसार जो विकार होते हैं उन्हें സംഖ്യാओं के रूपांतर कहते हैं. അത് 3 നമ്മൾ എക്സാമ്പിൾ അടക്കവിടെ പറഞ്ഞു. ലഡ്ക്ക, ഗൽത്ത എന്നുള്ളത് ലിംഗം മാറുമ്പോൾ ലഡ്ക്കി, ഗൽത്തി എന്നായിട്ട് മാറുന്നു. ലഡ്ക്ക എന്നുള്ളതാണ് അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള വേർഡ്. അതാണ് അത് വചനത്തിനനുസരിച്ച് ലഡ്ക്ക ഏകവചനാണ്, അത് ബഹുവചനാകുമ്പോൾ ലഡ്ക്കെ, ഗൽത്തെ എന്നായിട്ട് മാറുന്നു. നെക്സ്റ്റ് നമ്മൾ കാരക വയ്ക്കുകയാണ്. കോ എന്നുള്ള കാരക വയ്ക്കുമ്പോൾ ലഡ്ക്ക എന്നുള്ളതിൻ്റെ കോ വയ്ക്കുമ്പോൾ ലഡ്ക്കേക്കോ എന്നായിട്ട് മാറുന്നു. ലഡ്ക്കേക്കോ ഖേൽനെ ദോ എന്നായിട്ട് മാറുന്നു. അത് ഉദാഹരണ സഹിതം എഴുതാൻ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് അത് എക്സാമ്പിൾ അടക്കം എഴുതാനാണ് പറയുന്നത്. നമുക്ക് വേറെ ഏത് വേർഡ് വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് നൗൺ വേറെ വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.